തൊടുപുഴയിൽ അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ ഒന്നാം പ്രതി സവാദ് 13 വർഷത്തിനു ശേഷം പിടിയിലായി. ദേശീയ അന്വേഷണ ഏജൻസിയാണ് മട്ടന്നൂരിൽ നിന്ന് ഇയാളെ പിടികൂടിയത്. മട്ടന്നൂരിലെ ഒരു വാടക ക്വാർട്ടേഴ്സിൽ വെച്ച് ചൊവ്വാഴ്ച രാത്രിയാണ് NIA സംഘം ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. 2010-ലായിരുന്നു കേസിനാസ്പദമായ സംഭവം. മട്ടന്നൂരിലുള്ള ഒരു വാടക ക്വാർട്ടേഴ്സിൽ വെച്ച് ചൊവ്വാഴ്ച രാത്രിയാണ് NIA സംഘം പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. സവാദ് എന്ന പേര് മറച്ചുവെച്ച് ഷാജഹാൻ എന്ന പേരിലായിരുന്നു പോലീസിനെയും കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും വെട്ടിച്ച് ഒളിവ് ജീവിതം. ബേരത്ത് ഖദീജ എന്ന വ്യക്തിയുടെ പേരിലുള്ള ഒരു ക്വാർട്ടേഴ്സിലായിരുന്നു സവാദ് ഒളിവിൽ കഴിഞ്ഞത്. മരപ്പണി ഉൾപ്പെടെയുള്ള കൂലിവേല ചെയ്തായിരുന്നു ജീവിതം. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായിരുന്ന സവാദ് 8 വർഷം മുൻപ് കാസർഗോഡ് നിന്ന് വിവാഹവും കഴിച്ചിരുന്നു. ബേരത്തെ വാടക വീട്ടിൽ ഭാര്യയ്ക്കും 2 മക്കൾക്കുമൊപ്പമാണ് ഇയാൾ കഴിഞ്ഞിരുന്നത്. എന്നാൽ നാട്ടുകാരുമായി വലിയ അടുപ്പം പുലർത്തിയിരുന്നില്ല. ബേരത്ത് വരുന്നതിന് തൊട്ടു മുൻപ് വിളക്കോടായിരുന്നു താമസമെന്നാണ് ഇയാൾ പറഞ്ഞതെന്ന് അയൽവാസികൾ പറയുന്നു. നാട്ടുകാരോട് നല്ല രീതിയിലായിരുന്നു ഇടപെടലെന്നും ചോദിച്ചതിന് മാത്രം മറുപടി പറയുന്ന പ്രകൃതമായിരുന്നുവെന്നും അയൽവാസികൾ പറഞ്ഞു. ഒരു NDF പ്രവർത്തകനാണ് സവാദിന് ജോലി ശരിയാക്കി നൽകിയതെന്നും ഇവരാണ് സവാദിനൊപ്പം ജോലി ചെയ്തിരുന്നതെന്നും നാട്ടുകാർ പറഞ്ഞു. വ്യക്തമായ ആസൂത്രണത്തോടെ അതീവ രഹസ്യമായാണ് സവാദിനെ അറസ്റ്റ് ചെയ്യാൻ NIA സംഘം കണ്ണൂരിലെത്തിയത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി NIA സംഘം കണ്ണൂർ ക്യാമ്പ് ചെയ്തിരുന്നു. സവാദിന്റെ താമസ സ്ഥലവും നീക്കങ്ങളും വ്യക്തമായി നിരീക്ഷിച്ച ശേഷം ചൊവ്വാഴ്ച രാത്രി ക്വാർട്ടേഴ്സിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. അറസ്റ്റ് സംബന്ധിച്ച വിവരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് മാത്രമാണ് NIA കൈമാറിയത്. ലോക്കൽ പോലീസിനെയോ സ്പെഷ്യൽ ബ്രാഞ്ചിനെയോ വിവരം അറിയിച്ചിരുന്നില്ല. അറസ്റ്റ് മാധ്യമങ്ങളിൽ വാർത്തയായതിനു ശേഷമാണ് ലോക്കൽ പോലീസ് പോലും വിവരം അറിയുന്നത്. ചോദ്യപേപ്പറിൽ മതനിന്ദ ആരോപിച്ച് 2010 ജൂലൈയിലാണ് പ്രതികൾ TJ ജോസഫിനെ ക്രൂരമായി ആക്രമിച്ചത്. TJ ജോസഫിന്റെ കൈപ്പത്തി മഴു ഉപയോഗിച്ച് വെട്ടിമാറ്റിയത് സവാദായിരുന്നു. ഇതിനു പിന്നാലെ ഒളിവിൽ പോയ സവാദിനെ കണ്ടെത്താൻ വിപുലമായ അന്വേഷണങ്ങൾ നടന്നുവരികയായിരുന്നു.